ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ICD സെക്കൻഡ് ചാപ്റ്റർ ആണ്, നിയോപ്ലാസം. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻസ് നമുക്ക് നോക്കാം. ബീനൈൻ ആൻഡ് മാലിഗ്നൻറ്റിനെ എഗെയിൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. സെക്കൻഡറിയുടെ മറ്റൊരു പേരാണ് മെറ്റാസ്റ്റാറ്റിക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനുകളിൽ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ ആണ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് നിയോപ്ലാസം ആണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ICD ടെക്സ്റ്റുകളിൽ സെക്കൻഡറി എന്ന് പറഞ്ഞായിരിക്കും കോഡുകൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മെറ്റാസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാലും സെക്കൻഡറിയുടെ കോഡുകൾ തന്നെയാണ് എടുക്കേണ്ടത്. പ്ലാസം ചാപ്റ്ററിൽ ഇതുപോലുള്ള ടേബിൾ കാണാം നിങ്ങൾക്ക്. ഈ ഒരു ടേബിളിലെ എല്ലാ ഗൈഡ് ലൈൻസും ഇത് തന്നെയാണ് നമുക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് ഓൾമോസ്റ്റ്ലി കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ടേബിളിൽ നിന്ന് തന്നെ അത് പഠിക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് ഒരു കോളത്തിൽ തന്നെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് കണ്ടീഷനുകളെന്നും അങ്ങനെയെങ്കിൽ ഏത് രീതിയിൽ സീക്വൻസിങ് ചെയ്യണമെന്ന് രണ്ടാമത്തെ കോളത്തിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനു മുമ്പായി കോമൺലി ഒരു കാര്യം പറയാം. ഒരാൾക്ക് പ്രൈമറി മാലിഗ്നൻസിയും ഉണ്ട്, സെക്കൻഡറി മാലിഗ്നൻസിയും ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടും കോഡ് ചെയ്യണം. കോഡ് ബോത്താണ്. സീക്വൻസിങ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അന്ന് എന്തിന് ട്രീറ്റ്മെൻറ്റിന് വരുന്നോ അതായിരിക്കണം ആദ്യം കൊടുക്കേണ്ടത്. സോ അതാണ് ആദ്യം രണ്ട് കോളത്തിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് എന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അന്നത്തെ ദിവസം പ്രൈമറിക്കാണെങ്കിൽ പ്രൈമറി ഒന്നാമതായും ഈ സെക്കൻഡറി അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ കാണിച്ചിരിക്കണം. സോ കോഡ് ബോത്താണ്. അന്ന് ട്രീറ്റ്മെൻറ്റിന് എന്തിന് ഫോക്കസ് ചെയ്യുന്നു അത് ആദ്യം കൊടുത്തിട്ട് മറ്റേയാളെ രണ്ടാമതായി കാണിച്ചിരിക്കണം. അതാണ് ആദ്യത്തെ രണ്ട് ടേബിളും പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ടേബിളിൽ പറയുന്നത് ഒരു പ്രഗ്നൻ്റ് ലേഡിക്കാണ് മാലിഗ്നൻ്റ് നിയോപ്ലാസം ഇൻ പ്രഗ്നൻസി ആണെങ്കിൽ. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോഡ് മസ്റ്റാണ്. കോഡിൻ്റെ മറ്റൊരു കാര്യം എന്താണ്? എല്ലാ ചാപ്റ്ററിനേക്കാളും ഇവർക്ക് സീക്വൻസിങ് പ്രയോറിറ്റികളുണ്ട്. അതായത് മറ്റ് ഏത് ആൽഫബറ്റിക് കോഡായാലും അവരുടെ കൂടെ എല്ലാം ഓൾവേസ് പ്രൈമറി ആയിരിക്കും. ഏതെങ്കിലും ഒരു കോഡിൻ്റെ കൂടെ കോമ ഇട്ടിട്ട് രണ്ടാമതായി കണ്ടാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്കറിയാം മാലിഗ്നൻസി ഇൻ പ്രഗ്നൻസി ആണെങ്കിൽ അവിടെ ഒരു കോഡ് മസ്റ്റാണ്. ആ കോഡ് പ്രൈമറി ആയി കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ അല്ലെങ്കിൽ ഏത് സൈറ്റിലാണോ നിയോപ്ലാസം എന്നുള്ളത് നമ്മുടെ നിയോപ്ലാസം ചാപ്റ്ററിൽ നിന്നും നമ്മൾ കോഡ് ചെയ്യണം. നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ ആണ്. സോ കോംപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ നോക്കി വെക്കേണ്ട ഒരു കാര്യം, ഈ വന്നിട്ടുള്ള കോംപ്ലിക്കേഷൻ അനീമിയ ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ? അനീമിയയ്ക്ക് മാത്രം ഒരു സെപ്പറേറ്റ് ഗൈഡ് ലൈനും ബാക്കി എല്ലാ കോംപ്ലിക്കേഷനുകൾക്കും സെയിം ഗൈഡ് ലൈനുമാണ്. സോ നാലാമത്തെ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോംപ്ലിക്കേഷൻ എക്സെപ്റ്റ് അനീമിയ, അതായത് അനീമിയ ഒഴികെയുള്ളവർക്കെല്ലാം കോംപ്ലിക്കേഷൻ ആണ് ഒന്നാമതായിട്ട് കോഡ് ചെയ്യേണ്ടത്. ഉണ്ട് എന്ന് പറയുന്ന നിയോപ്ലാസം രണ്ടാമത് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കോഡുകൾ നമ്മൾ രണ്ടാമത് കാണിക്കുക. കോംപ്ലിക്കേഷൻ പ്രൈമറി ആയിട്ട് കോഡ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു നിയോപ്ലാസം ഉള്ള ഒരാൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ട്. ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ അനീമിയ എക്സെപ്റ്റ് കോംപ്ലിക്കേഷൻ പെടുന്നതാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ആണ് ആദ്യം കോഡ് ചെയ്യേണ്ടത്. ഉണ്ട് എന്ന് പറയുന്ന നിയോപ്ലാസം നിങ്ങൾ രണ്ടാമത് മാത്രമാണ് കോഡ് ചെയ്യേണ്ടത്. ഇനി ഇതേ കോംപ്ലിക്കേഷൻ അനീമിയ ആണെങ്കിലോ ആ കാറ്റഗറികളിൽ നിയോപ്ലാസമാണ് പ്രൈമറി, അനീമിയൻ്റെ കോഡ് സെക്കൻഡറി ആണ്. അനീമിയയുടെ കോഡ് D63.0 ആണെന്നുള്ളത് അവിടെ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോംപ്ലിക്കേഷൻ അനീമിയ ആണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നോക്കുക. അനീമിയ വരുന്ന കേസിൽ നിയോപ്ലാസം ഫസ്റ്റ്, അനീമിയ സെക്കൻഡ്. മറ്റെല്ലാ കോംപ്ലിക്കേഷനുകൾക്കും കോംപ്ലിക്കേഷൻ പ്രൈമറി ആയിട്ടും നിയോപ്ലാസം സെക്കൻഡറി ആയിട്ടും മാത്രമാണ് കോഡ് ചെയ്യുക. നെക്സ്റ്റ് പെത്തോളജിക്കൽ ഫ്രാക്ചർ ഡ്യൂ ടു നിയോപ്ലാസം. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഒരു രണ്ട് പോയിൻറ്റും കൂടെ ഞാൻ പറയാം. എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫ്രാക്ചറുകൾ വരാം. പെത്തോളജിക്കൽ ഫ്രാക്ചറും വരാം, ട്രോമാറ്റിക് ഫ്രാക്ചറുകളും വരാം. പെത്തോളജിക്കൽ ഫ്രാക്ചർ കോഡുകൾ എപ്പോഴും M കാറ്റഗറിയിലും ട്രോമാറ്റിക് ഫ്രാക്ചർ കോഡുകൾ എപ്പോഴും S കാറ്റഗറി ആണെന്ന് പഠിച്ചു വയ്ക്കുക. അതൊരു ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്ത് ഞാൻ പറയുന്നതല്ല, നമ്മളൊരു കോമൺ ഗൈഡ് ലൈനായിട്ട് പറയുകയാണ്. കാരണം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പെത്തോളജിക്കൽ ഫ്രാക്ചർ ആണെന്ന് പറഞ്ഞിട്ട് അതിലൊരു S ഫ്രാക്ചർ കോഡാണെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. ഇനി ട്രോമാറ്റിക് ഫ്രാക്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഫ്രാക്ചറിനായിട്ട് M കോഡുകളാണ് തന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിമിനേഷൻ ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എലിമിനേഷനോട് കൂടി നമ്മൾ എങ്ങനെ കോഡ് എടുക്കാം എന്നുള്ളൊരു ട്രിക്കും കൂടെ നമ്മളെപ്പോഴും CPCക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർ പഠിച്ചിരിക്കണം. അപ്പോൾ M കോഡ് എന്ന് പറയുന്നത് പെത്തോളജിക്കൽ ഫ്രാക്ചറും S കോഡ് എന്ന് പറയുന്നത് ട്രോമാറ്റിക് ഫ്രാക്ചറുകളുമാണ്. ഇനി പെത്തോളജിക്കൽ ഫ്രാക്ചർ ആൻഡ് ട്രോമാറ്റിക് ഫ്രാക്ചറിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡിൽ മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ഒരാൾക്കൊരു നിയോപ്ലാസവും ഉണ്ട്, ആ നിയോപ്ലാസവുമായി ബന്ധപ്പെട്ട ഒരു പെത്തോളജിക്കൽ ഫ്രാക്ചർ ഉണ്ട്. മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഫലമായി വരുന്നതിനെയാണ് നമ്മൾ പെത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഈ നിയോപ്ലാസം മൂലം ഇയാൾക്കൊരു പെത്തോളജിക്കൽ ഫ്രാക്ചർ ഉണ്ട് എന്ന് പറഞ്ഞാലും കോഡ് ബോത്താണ്. അതായത് പെത്തോളജിക്കൽ ഫ്രാക്ചറും കോഡ് ചെയ്യണം, നിയോപ്ലാസവും കോഡ് ചെയ്യണം. സീക്വൻസിങ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അന്ന് എന്തിന് ട്രീറ്റ്മെൻറ്റിന് വരുന്നോ അതാണ്. അന്ന് പെത്തോളജിക്കൽ ഫ്രാക്ചർ ആണ് ഫോക്കസ് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പെത്തോളജിക്കൽ ഫ്രാക്ചർ ഒന്നാമതായും നിയോപ്ലാസം രണ്ടാമതായും കോഡ് ചെയ്യാം. അതല്ല അന്ന് നിയോപ്ലാസമാണ് ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നെങ്കിലോ നിയോപ്ലാസം ഒന്നാമതായും പാത്തോളജിക്കൽ ഫ്രാക്ചർ രണ്ടാമതായും കൊടുക്കുക. നമ്മൾ ഈ രണ്ട് ഗൈഡ് ലൈൻ ഏകദേശം ഒരുപോലെ അല്ലേ. ഒരാൾക്കൊരു പ്രൈമറി സെക്കൻഡറി നിയോപ്ലാസം ഉണ്ട് എന്ന് പറയുമ്പോഴും കോഡ് ബോത്ത്
അന്ന് എന്തിൻ്റെ ഫോക്കസ് ആണോ അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ ഫോക്കസ് ചെയ്യുന്നത് അയാളെ ആദ്യവും മറ്റേയാളെ രണ്ടാമതും കാണിക്കുക. പാത്തോളജിക്കൽ ഫ്രാക്ചറിൻ്റെയും നിയോപ്ലാസവും രണ്ടും കൂടെ ഉള്ളപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. കോഡ് ബോത്ത് അന്ന് എന്താണോ ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് അത് ആദ്യവും മറ്റേത് രണ്ടാമതുമായി കൊടുക്കുക. ഈ എല്ലാ കാറ്റഗറിയിലും ഈ പറയുന്ന 2 കാറ്റഗറികളിലും കോഡ് ബോത്ത് തന്നെയാണ്. ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ ആണ് നിയോപ്ലാസം ഉള്ള ഒരാൾ എൻകൗണ്ടർ ഫോർ എന്തിനാണ് കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പിക്ക് വരുന്നു എന്നുള്ളത്. സോ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Z51.0 എൻകൗണ്ടർ ഫോർ ആൻറ്റി നിയോപ്ലാസ്റ്റിക് റേഡിയേഷൻ തെറാപ്പി, Z51.11 ഫോർ കീമോതെറാപ്പി, Z51.12 ഫോർ ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ കീമോൻ്റെയും റേഡിയേഷൻ്റെയും ഇമ്മ്യൂണിൻ്റെയും കോഡുകൾ Z51.0, Z51.11, Z51.12 ആണെന്ന് പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ദ മാലിഗ്നൻസി ഫോർ വിച്ച് തെറാപ്പി ഈസ് ബീയിങ് ട്രീറ്റഡ് ഷുഡ് ബി അസൈൻഡ് ആസ് സെക്കൻഡറി. ഏത് മാലിഗ്നൻസിക്ക് വേണ്ടിയാണോ ഈ പറയുന്ന തെറാപ്പികൾ എടുക്കുന്നത് ആ മാലിഗ്നൻസികൾ എപ്പോഴും സെക്കൻഡറി ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്താണ് കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പീൻ്റെ കോഡുകളുടെ കൂടെ ഏത് നിയോപ്ലാസത്തിനാണോ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് മാലിഗ്നൻസിക്കാണോ ആ മാലിഗ്നൻസി സെക്കൻഡറി ആണെന്ന് ഇവിടെ ഡയറക്റ്റ്ലി പറയുന്നുണ്ട്. എന്നാൽ പോലും ഒരു ടിപ്പായിട്ട് പറയുന്നത് Z51 ഈ കാറ്റഗറി കോഡുകൾ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അത് എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വേർഡ് സ്റ്റാർട്ട് വിത്ത് എൻകൗണ്ടർ എന്നാണ്. സോ എൻകൗണ്ടറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഇസഡ് കോഡുകളും ഓൾവേസ് പ്രൈമറി ആണെന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കുക. അത് ഈ ഒരു ചാപ്റ്ററിന് മാത്രമല്ല, നമ്മൾ എവിടെ കണ്ടാലും നമുക്കത് എലിമിനേഷൻ ചെയ്യാൻ യൂസ് ആവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇവരുടെ ഗൈഡ് ലൈൻ ക്ലിയർലി പറയുന്നുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇസഡിൽ തുടങ്ങുന്ന എൻകൗണ്ടർ കോഡുകളെല്ലാം തന്നെ അത് ഈ ഒരു കോഡെന്നല്ല ഏത് കോഡുകളായാലും ഓൾവേസ് പ്രൈമറി ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ പേഷ്യൻറ്റിന് ലിംഫോയിഡ് ലുക്കീമിയ ആണെന്നും അതിന് കാരണക്കാരനായ ബാക്ടീരിയൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഇവിടെ നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്കറിയാം എന്താണ് ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ, എന്താണ് അതിൻ്റെ പ്രയോറിറ്റി, അത് വന്നാൽ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള റൂളൊക്കെ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ B96 എന്ന് പറയുന്ന ഒരു കോഡ് നിങ്ങൾ പോയി നോക്കിയാൽ ആ കോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറയുന്ന കോഡുകൾ ഒരിക്കലും പ്രൈമറി ആയിട്ട് വരില്ല എന്നറിയാവുന്ന റൂള് വെച്ചിട്ട് നിങ്ങൾക്ക് ബിയും സിയും ഈസിലി എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഇനി നോക്കുന്ന ടൈമോടെ ലാഭമാണ്. ഇനി നമുക്ക് എയും ഡിയും ആണുള്ളത്. ഇനി നമ്മൾ കോഡ് നോക്കാം. അതിൽ വ്യത്യാസം ബി കോഡിലാണ്. ഒരു കോഡ് B96.20 എന്നും ഒരു കോഡ് B96.21 ആണ്. ഇനി അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ B96.20 എന്ന് പറയുന്നത് ഇക്കോളൈ അൺസ്പെസിഫൈഡും B96.21 എന്ന് പറയുന്നത് ഇക്കോളൈയുടെ ഷിഗ ടോക്സിൻ മെൻഷൻ ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം B96.21 ആയിരിക്കും ആപ്റ്റായിട്ട് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്തപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്ന് മനസ്സിലാവും. ആ ഒരു കൺവെൻഷൻ അറിയാവുന്നത് കൊണ്ട് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എത്ര ടൈമാണ് അവിടെ ലാഭമായതെന്ന് നോക്കിയേ. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ പേഷ്യൻറ്റിന് ബ്രസ്റ്റ് കാർസിനോമ ഉണ്ടെന്നും അതുപോലെ തന്നെ അനീമിയ എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷനും പറയുന്നുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഗൈഡ് ലൈൻ പഠിച്ചതാണ് കോംപ്ലിക്കേഷൻ അനീമിയ ആണെങ്കിൽ എന്താണ് റൂൾ എന്നുള്ളത്. സോ നിയോപ്ലാസം പ്രൈമറിയും അനീമിയയുടെ കോഡ് സെക്കൻഡറിയുമാണ്. അപ്പോൾ ഈ ഗൈഡ് ലൈൻ അറിയാവുന്ന ഒരു വ്യക്തിക്കും ഇതിൽ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അനീമിയ പ്രൈമറി ആയിട്ടുള്ള ബിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൂടെ? ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് എയും സിയും മാത്രമാണ്. അതിൽ ആദ്യത്തെ കോഡുകൾ C50.912, സെക്കൻഡ് കോഡിൽ 911. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ വ്യക്തമായി റൈറ്റ് ബ്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ C50.911 റൈറ്റ് ബ്രസ്റ്റിൻ്റെയും C50.912 ലെഫ്റ്റിൻ്റെയും കോഡാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ റൈറ്റ് ബ്രസ്റ്റ് എന്നാണെങ്കിൽ C50.911 അല്ലേ ആൻസർ വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.